രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. വിച്ചേട്ടാ, എനിക്കൊട്ടും വയ്യ. ദേഹമാകെ കടയുന്നു. അതുകൊണ്ട് ഇനിയും നിറയെ ചോദ്യം ചോദിക്കല്ലേ. വയ്യ എനിക്ക് മറുപടി പറയാൻ. ഇപ്പൊ പ്ലീസ് എന്റെ ഒപ്പം ഒന്ന് വന്നിരിക്കാമോ? എനിക്കൊന്ന് ഉറങ്ങാനാ. പറയുന്നതിനൊപ്പം തന്നെ സൈഡിലിരുന്നവനെ അല്പം കൂടെ അടുത്തേക്ക് പിടിച്ചിരുത്തി അവൾ നീങ്ങിക്കിടന്നു. മറുത്തൊരു മറുപടി കൊടുക്കാൻ അവൾ സമ്മതിച്ചില്ല എന്ന് പറയുന്നതാകും ശരിക്കും സത്യം. ഇത്തിരി കഴിഞ്ഞതും പെണ്ണ് ഇരു കൈകളും വയറിൽ അമർത്തി വേദനയിൽ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അറിയാതെ വംശി അവളുടെ അടിവയറ്റിലേക്ക് മെല്ലെ തൊട്ട് പതിയെ തലോടാൻ തുടങ്ങി. ഇത്തിരി നേരം കഴിഞ്ഞവൾ പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ വംശിയുടെ കൈക്ക് മുകളിൽ അവളുടെ കൈയും അവന്റെ നെഞ്ചിൽ അവളുടെ പിൻഭാഗവും അത്രയും മുട്ടിയിരുന്നു. പെണ്ണിന്റെ വേദനയിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷേങ്കിൽ ഇപ്പോ തന്റെ ദേഹത്തേക്ക് ചാഞ്ഞു കിടന്ന് ഉറങ്ങുന്നവളുടെ ഉറക്കം ഒരു തരത്തിലും മുറിക്കാൻ ആഗ്രഹിക്കാതെ അവൻ അവളെ കുറച്ചും കൂടി നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. ഇത്തിരി നേരം കഴിഞ്ഞതുമല്ല, വംശിയും അവൾക്കൊപ്പം ഉറക്കത്തിലായി. പിറ്റേന്ന് രാവിലെ പതിവിലും താമസിച്ചാണ് വംശി ഉണർന്നത്. കണ്ണു തുറന്ന് ആദ്യം തേടിയത് തന്റെ കൈക്കുള്ളിൽ കിടന്നവളെയാണ്. നോക്കുമ്പോൾ ഒരു മൂലയിൽ കൂനിക്കൂടി കിടപ്പുണ്ട്. അവൾ ഉറങ്ങിക്കോട്ടെ എന്നുള്ള ചിന്തയിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുമ്പോഴാണ് കാണുന്നത് അവൾ കിടന്നിടം അത്രയും പടർന്നു കിടക്കുന്ന ചോരയുടെ പാടുകളെ. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവൻ മനസാന്നിധ്യം കൈവരിച്ചു. വേഗത്തിൽ ബാത്റൂമിൽ കയറി ഫ്രഷായി വന്നവൻ മെല്ലെ അവളെ വിളിച്ചുണർത്തി. ഇത്തിരി നേരം എടുത്തു ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്കെത്താൻ. ധാത്രി, എഴുന്നേറ്റെ, എന്നിട്ട് ഫ്രഷായിട്ട് വന്ന് കിടക്കാം നമുക്ക്. വേദനിക്കുന്നു. കവിളിൽ തട്ടി മെല്ലെ ഉണർത്താൻ നീട്ടിയ കൈവിരലുകളെ പിടിച്ച് തന്റെ കവിളിനടിയിലേക്ക് വെച്ചുകൊണ്ട് പെണ്ണ് ഞരക്കത്തോടെ പറഞ്ഞു. എഴുന്നേറ്റ് ഫ്രഷായി ആഹാരം കഴിച്ചിട്ട് നമുക്ക് പെയിൻ കില്ലർ എന്തെങ്കിലും എടുക്കാം. വാ, എഴുന്നേൽക്ക്. അവളെ മെല്ലെ കയ്യിൽ പിടിച്ച് ഉയർത്തുന്നതിനോടൊപ്പം അവൻ അവളുടെ തോളിൽ കൂടി ബാക്ക് സപ്പോർട്ടും കൂടി കൊടുത്തു. പെണ്ണ് കാല് രണ്ടും നിലത്തേക്ക് തൊടുമ്പോഴാണ് എന്തോ ഒട്ടിപ്പിടിക്കുന്ന പോലെ സ്വയം തോന്നിയത്. പെട്ടെന്ന് അവളുടെ കൈ പിന്നിലേക്ക് പോകുന്നതും നനവ് തട്ടിയതുമൊക്കെ ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. അവൾ ആകെ വല്ലാതെയായി. ഒപ്പം നിൽക്കുന്നവന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അവൾ കൂനിക്കൂടി നിലത്തേക്ക് ഇരിക്കാൻ പോയതും കയ്യിൽ നിന്ന് വീഴാൻ പോയ പെണ്ണിനെ വംശി തോളിലേക്ക് ചേർത്ത് പിടിച്ച് നേരെ നിർത്തി. ധാത്രി, എന്താടി തല കറങ്ങുന്നോ? അവളെ കട്ടിലേക്ക് ഇരുത്താൻ നോക്കുമ്പോഴും പെണ്ണ് ഇരിക്കാതെ ആകെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാണിച്ചു. എന്താടി, വയ്യേ നിനക്ക്? കരഞ്ഞു കലിയങ്ങി കണ്ണിലേക്ക് നോക്കി അവൻ അത്രയും ആർദ്രമായി ചോദിച്ചതും പെണ്ണിന്റെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. ഒട്ടും വൈകിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നീ ചുമ്മാ കരയല്ലേ മോളെ. അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് പറയുമ്പോൾ വംശിയും ആകെ സങ്കടത്തിലായിരുന്നു. അത് ഇവിടെ. അവന്റെ കയ്യിലേക്ക് വലം കൈവിരലുകൾ മുറുക്കി പിടിച്ച് അവൾ കട്ടിലേക്ക് കണ്ണു പായിച്ചതും വംശിയും അവിടേക്ക് നോക്കി. അവിടെ കാണുന്ന പകപ്പിൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അവൾ ആകെ ചൂളി നാണക്കേടിൽ മുങ്ങി നിൽക്കുകയാണെന്ന് ആ നേരം കൊണ്ട് വംശിക്ക് മനസ്സിലായി. അവൾ അവളുടെ ശരീരം അതുപോലെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചു. ഇതാണോ? ഇത് കഴുകിക്കളഞ്ഞാൽ പോകുന്നതല്ലേടി പെണ്ണെ? സാധാ കാര്യം പോലെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കുമ്പോൾ കാണുന്നത് കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചു നിൽക്കുന്നവളെയാണ്. പെണ്ണിന്റെ മുഖത്തെ ഭാവവും കരച്ചിലുമൊക്കെ കണ്ടപ്പോൾ വംശിക്ക് കാര്യം മൊത്തമായി മനസ്സിലായില്ലെങ്കിലും ഏകദേശമൊക്കെ അവൻ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ധാത്രി, ഈ പുതപ്പിലെ സ്റ്റെയിൻസ് കണ്ടുകൊണ്ടാണ് നീ ഈ കരയുന്നെങ്കിൽ ഇറ്റ്സ് അട്ടർ നോൺസെൻസ്. എടി, കഴുകിയാൽ വൃത്തിയാവുന്ന തുണിക്കഷ്ണത്തിൽ നോക്കി നീ എന്തിനടി പുല്ല് ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് തന്റെ നേരെ ഉയർത്തി. പറയടി, അത് കണ്ടുകൊണ്ടാണോ നിന്റെ കരച്ചിൽ? എന്തെന്നാലും അവന്റെ മുഖത്ത് പെട്ടെന്ന് അരിശം നിറഞ്ഞു. ഏട്ടന്റെ ബെഡിലാകെ വെള്ള വിരിയിൽ. ആക്ച്വലി അവനൊരു വൈറ്റ് കോംബോ അഡിക്റ്റ് ആണ്. റൂമിലെ പെയിന്റ് ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും എപ്പോഴും വൈറ്റിൽ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുള്ളവൻ. അതിൽ എവിടെയെങ്കിലും ചെറിയൊരു അഴുക്ക് കണ്ടാൽ ആ വീടവൻ രണ്ടായി തിരിച്ചു വെക്കും. അങ്ങനെയുള്ളവന്റെ ബെഡിലാണ് ഇപ്പോൾ താൻ. അവൾക്ക് അതൊക്കെ ഓർക്കും തോറും സങ്കടം പിന്നെയും പിന്നെയും വരുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കേടി, ഇത് നീ അറിഞ്ഞുകൊണ്ടൊന്നുമല്ലല്ലോ. തൽക്കാലം എന്റെ ജാൻസി റാണി പോയി ഫ്രഷ് ആവാൻ നോക്ക്. ചെല്ല്.
അവൻ അവളെ മെല്ലെ ബാത്റൂമിലേക്ക് പിടിച്ചു നടത്തിക്കൊണ്ട് ഒപ്പം ചെന്നുകൊണ്ട് പറഞ്ഞു, അത് അത് ഞാൻ ബെഡ്ഷീറ്റ് കൂടെ. ഹ, ആടി, ഇത്രയും വയ്യാതിരിക്കുന്ന നീ ഇനി എന്റെ ബെഡ്ഷീറ്റ് കൂടി കഴുകിയിട്ട് ഇറങ്ങിയാൽ മതി. ദേ പെണ്ണെ, നീ എന്റെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് പോയി ഫ്രഷ് ആയിട്ട് വാടി. ആ മുറി രണ്ടായി പിളർക്കും പോലെ വംശിയുടെ ശബ്ദമുയർന്നതും പെണ്ണ് പേടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ച് ചെല്ല്, ബാത്റൂം ചൂണ്ടി അവൻ പറഞ്ഞതും പെണ്ണ് പിന്നെയും തത്തിക്കളിച്ചു. എന്താടി? അത് എന്റെ ഡ്രസ്സ്. ഓ, നീ കേറിക്കോ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അയ്യോ, അത് വേണ്ട. അവൾ പെട്ടെന്ന് കയറി കയ്യിൽ പിടിച്ചു. അതെന്താ? ഞാൻ നിന്റെ ഡ്രസ്സ് എടുത്താൽ ഒക്കില്ലേ? അത് അത് ഏട്ടനെ കൊണ്ട് പറ്റില്ല. അവളുടെ മുഖം കുനിഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. അവളെ വലിച്ചു പിടിച്ച് ബാത്റൂമിനുള്ളിലേക്കാക്കി അവൻ ഡ്രസ്സ് എടുക്കാനായി പുറത്തേക്കിറങ്ങി. ഒന്നാമത് വയ്യ, അതുകൊണ്ട് വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ അവൾ കൊടുക്കത്ത അഹങ്കാരം. അവളെ ചീത്ത പറഞ്ഞ് താഴെ എത്തിയവൻ അലമാര തുറന്ന് പെണ്ണിനിടാൻ ഒരു ടീഷർട്ടും പാവടയും എടുത്തു. അപ്പോഴാണ് ഇപ്പുറത്തെ കള്ളിയിൽ അടുക്കി വെച്ചിരിക്കുന്ന അവളുടെ ഇന്നേഴ്സിൽ അവന്റെ കണ്ണുപോയത്. ഒരു നിമിഷം അവനൊന്ന് പകച്ചു. ഇതാകും ഒരുപക്ഷെ പെണ്ണ് തന്നെ താഴേക്ക് വിടാഞ്ഞത്. ആ ഒരു ചിന്തയിൽ തല കുടഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ടവൻ പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നു. ദേ, നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഇടാൻ നോക്ക്. ഞാൻ താഴേക്ക് പോവുകയാണ്. പറഞ്ഞുകൊണ്ടവൻ ആ വിരിയും വലിച്ചെടുത്ത് പെട്ടെന്ന് താഴേക്ക് പോന്നു. അതേസമയം അവൻ ഡ്രസ്സൊക്കെ എടുത്തു എന്നറിഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു അകത്തുനിന്ന പെണ്ണ്. ചെറു ചൂടുവെള്ളത്തിൽ എങ്ങനെയൊക്കെയോ കുളിച്ചിറങ്ങി വന്നവൾ ഓടി വന്ന് ഡ്രസ്സ് നോക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചു നിന്നത് ഡ്രസ്സ് അല്ലാതെ മറ്റൊന്നും അവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവില്ലേ എന്നായിരുന്നു. പക്ഷെ അവളുടെ പ്രാർത്ഥനയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് അവൾക്ക് വേണ്ടതെല്ലാം അവൻ എടുത്തുകൊണ്ട് വന്നിരുന്നു ആ സമയത്തിനുള്ളിൽ. മര്യാദയ്ക്ക് ഇത് കഴിക്കാതെ നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാലാണ്. മുന്നിലിരിക്കുന്ന 3 മുട്ടയിലേക്കും 1 ഗ്ലാസ് പാലിലേക്കും അവള് പകപ്പോടെയാണ് നോക്കിയത്. ഇതൊന്നും എനിക്ക് വേണ്ട. പുഴുങ്ങിയ മുട്ടയുടെ മണം മനസ്സിലേക്ക് വന്നതും അവൾക്ക് ഓക്കാനം വന്നു തുടങ്ങി. നിന്നോട് വേണോ വേണ്ടയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. മര്യാദയ്ക്ക് കഴിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചെക്കന്റെ മുഖത്തെ ഭാവവും ദേഷ്യം കണ്ടാൽ ലോകത്തുള്ള ആരാണെങ്കിലും, എത്ര ഇഷ്ടമല്ലാത്തവരാണെങ്കിലും വയർ തുറന്ന് ഈ സാധനം അതിനകത്ത് കുത്തി നിറച്ചു വെക്കും. ആ രീതിയിലാണ് ആ നേരം അവന്റെ നിൽപ്പ്. വിച്ചേട്ടാ, സത്യമായിട്ട് ഇതിന്റെ സ്മെല്ലടിക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. പറയുന്നതിന്റെ ഒപ്പം അവളുടെ കണ്ണും നിറഞ്ഞൊഴുകി. അത് കണ്ടതും വംശി വല്ലാതെയായി. സത്യം പറഞ്ഞാൽ പെണ്ണിന്റെ രാവിലത്തെ തൂങ്ങിപ്പിടിച്ചുള്ള ഇരിപ്പും ബെഡ്ഷീറ്റിൽ കണ്ട സ്റ്റെയിൻസും ഒക്കെ ആയപ്പോൾ അവളുടെ ശരീരത്തിലെ രക്തമെല്ലാം ഒഴുകി ഇറങ്ങിപ്പോയി എന്നൊരു ചിന്തയായിപ്പോയി അവന്. അതിന്റെയാണ് രാവിലെ ഇറങ്ങി വന്നപ്പോൾ തന്നെ മുട്ടയും പുഴുങ്ങി പാലും കാച്ചി വെച്ചവളോട് കാണിക്കുന്ന ഈ പ്രഹസനം മുഴുവനും. ഓക്കെ, നീ കരയണ്ട. ഇഷ്ടമല്ലെങ്കിൽ കഴിക്കുകയും വേണ്ട. മെൻസ്ട്രേഷനെ പറ്റി കേട്ടറിവുണ്ടായിരുന്നെങ്കിലും കാര്യമായ അറിവില്ലാത്തവൻ ഇന്നലെ എന്തൊക്കെയോ ഒരുപാട് വായിച്ചു കൂട്ടിയിരുന്നു. അതിന്റെ ആ ഒരു ഇത് വെച്ച് അവർക്കുണ്ടാവുന്ന മൂഡ്സും കാര്യങ്ങളുമൊക്കെ അവൻ മനസ്സിലാക്കി. ഒപ്പം ഫുഡിന്റെ ക്രേവിങ്സും ഈ സമയങ്ങളിൽ വ്യത്യസ്തമാണെന്നുള്ള അറിവുണ്ടായിരുന്നു അവന്. എന്നിട്ടും നിർബന്ധിച്ചവളെ ഇത് കഴിപ്പിക്കാൻ നോക്കിയത് പെണ്ണ് അത്രയും വീക്കായതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതവളെ ഛർദ്ദിപ്പിക്കാൻ പാകത്തിൽ ഇറിറ്റേറ്റഡ് ആണെന്ന് ഇപ്പോൾ മുന്നിൽ കൊണ്ട് വെച്ചപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, മുട്ട ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പാല് കുടിക്കാമല്ലോ. ദേവമ്മ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന മകൻ, ദേഷ്യം വന്നാൽ ഇന്ദ്രനെയും ചന്ദ്രനെയും വകവെക്കാത്തവൻ, അങ്ങനെ ഒരുവനാണ് ഇന്ന് തന്നോട് ഇത്രയും ആർദ്രമായി കാര്യങ്ങൾ പറയുന്നത്. അവൾ അവനെ നോക്കിക്കൊണ്ട് പകുതി അത് കുടിച്ചു, പിന്നെ ബാക്കി വെച്ചു. ഇത് മുഴുവനും കുടിക്കടി. ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ടും ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. തീർത്തും അവശയായി തന്നെ നോക്കി പറയുന്നവളുടെ വാക്കുകൾ അവനിൽ നിറച്ച സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. ഒട്ടും ഇഷ്ടമല്ലാഞ്ഞിട്ട് കുട്ടി അവൾ തന്നെ അനുസരിച്ചിരിക്കുന്നു. എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും എവിടെയൊക്കെയോ ഈ നേരം കൊണ്ട് മുഴച്ചു പൊന്തിയ അവന്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആ ഒരു വാചകത്തിന് വളരെ പെട്ടെന്നാണ് കഴിഞ്ഞത്. ഇതിഷ്ടമല്ലെങ്കിൽ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? ഞാൻ ഉണ്ടാക്കാം. പറഞ്ഞുകൊണ്ട് അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റതും ഡി എന്നൊരൊറ്റ അലർച്ചയാണ് അവൻ കേൾക്കുന്നത്. പെണ്ണ് കിടുങ്ങിക്കൊണ്ട് കസേരയിൽ തന്നെ ഇരുന്നു പോയി. നിന്നോട് ആരാടി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞത്? അവിടെ തുടങ്ങിയ ചീത്ത പറച്ചിൽ എവിടെയാണ് ചെന്ന് നിന്നതെന്ന് സത്യം പറഞ്ഞാൽ പെണ്ണ് ഓർക്കുന്നു പോലുമില്ല. ഞാനൊന്നും ചെയ്യില്ല, എന്ത് വേണമെങ്കിലും ഏട്ടൻ ചെയ്തോളും. അവസാനം കയ്യും കൂപ്പി അവൾ അത്രയും പറയുമ്പോഴേക്കും
ചെക്കൻ ഒരു പേമാരി പെയ്തൊഴിച്ചിട്ടിരുന്നു. അടുക്കളയിൽ അവൾക്ക് വേണ്ടി ദോശയുണ്ടാക്കുമ്പോഴും ഒപ്പം വന്നിരുന്ന് കഴിക്കുമ്പോഴുമൊക്കെ അവന്റെ മുഖം കുത്തി വീർത്താണ് ഇരുന്നത്. കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് പിന്നെയും അവന്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവൾ മിണ്ടാതെ ഇരുന്ന് കൊടുത്തത് മുഴുവനും കഴിച്ചു. ഒക്കെ കഴിച്ച് പാത്രവും കഴുകി പുറത്തേക്ക് വന്നവൻ മുകളിലേക്ക് പോകുന്നത് കണ്ടതും പെണ്ണവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വിച്ചേട്ടൻ ഓഫീസിൽ പോവാണോ? വെപ്രാളത്തോടെയായിരുന്നു ആ ചോദ്യം. പോവുകയാ. ഇവിടെ ഞാൻ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. നീ എന്തായാലും എല്ലാം സ്വയം ചെയ്യാൻ നിൽക്കുകയാണ് അല്ലേ? പിണക്കത്തോടെ പറയുന്നതിന്റെ കയ്യിൽ അവൾ മുറുക്കി പിടിച്ചു. ഞാൻ സത്യമായിട്ടും ഇരുന്നിടത്ത് നിന്നും അനങ്ങൂല. വിച്ചേട്ടൻ പോവല്ലേ പ്ലീസ്. കണ്ണും നിറച്ചുകൊണ്ടുള്ള അവളുടെ പറച്ചിലിൽ അവന്റെ ദേഷ്യം തെല്ലൊന്നടങ്ങി. ഉറപ്പായിട്ട് നീ അടങ്ങിയിരിക്കുമല്ലോ അല്ലേ? വിച്ചേട്ടനാണ് സത്യം. വാക്ക് കൊടുക്കാൻ അവൾക്ക് പിന്നെ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. വംശി, നിനക്ക് ഞാൻ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ലേ? കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പാർത്ഥ. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയും പെരുമാറ്റവും ഒക്കെ കണ്ടാൽ ആർക്കായാലും അങ്ങനെയൊക്കെ തോന്നും. തോന്നുന്നവരുടെ തോന്നലുകളെ ഒന്നും തിരുത്താൻ തൽക്കാലം എന്നെ കൊണ്ട് പറ്റില്ല. എന്താണെങ്കിലും ഇത്തിരി ഉച്ചത്തിൽ പറയടാ. ഇതൊരുമാതിരി കാമുകൻ കാമുകിയോട് സംസാരിക്കുന്ന പോലെയുണ്ട്. ശബ്ദം ഒരുപാട് താഴ്ത്തി സംസാരിക്കുന്ന വംശിയോട് പാർത്ഥൻ കയറി ദേഷ്യപ്പെട്ടു. തൽക്കാലം ഇത്രയും ഉച്ചത്തിലൊക്കെ സംസാരിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ. തന്റെ കയ്യിൽ കിടന്നുറങ്ങുന്നവളുടെ ഉറക്കം മുറിയാതെ അത്രയും പയ്യനെയാണ് വംശിയുടെ സംസാരം. വംശി, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് നീ അറ്റൻഡ് ചെയ്യേണ്ട മീറ്റിംഗ് തന്നെയാണ്. അവിടെ ഞാൻ പോയിട്ട് കാര്യമില്ലടാ, അതല്ലേ? ദേഷ്യം വെടിഞ്ഞ് അനുനയത്തിന്റെ പാതയിലായിപ്പോയി പിന്നെ പാർത്ഥൻ. നീ പോയാലും ഞാൻ പോയാലും ഒക്കെ ഒരുപോലെയാണ് പാർത്ഥ. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി കൂടുതൽ തർക്കമൊന്നും വേണ്ട. ഞാൻ വിളിച്ച് എനിക്ക് പകരം നീയാണ് വരുന്നതെന്ന് അവരോട് ഓൾറെഡി ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ? എടാ, നോ മോർ ആർഗ്യുമെന്റ്സ് പാർത്ഥ. ശരി, ആർഗ്യൂ ചെയ്യുന്നില്ല. പക്ഷെ ഈ മീറ്റിംഗിലോ ഇന്ന് വെച്ചിരിക്കുന്ന ഒരു കോൺഫറൻസിലോ അറ്റൻഡ് ചെയ്യാത്തതും എന്ത് ബിസിയാണെന്ന് എന്നോട് പറയണം. അതും സത്യം മാത്രം. ഇത്തവണ കുഞ്ഞൊരു വാശി പാർത്ഥനിലും ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞില്ലേ? എന്ത്? സിദ്ധിക്ക് വയ്യെന്നോ? പാർത്ഥന്റെ ഒറ്റപ്പുരികം പൊങ്ങി. അപ്പോ നീ അവൾക്ക് വേണ്ടിയാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ പോലും ഇരിക്കുന്നത്? പാർത്ഥന്റെ കണ്ണുകൾ പിന്നെയും അത്ഭുതത്തിൽ വിടർന്നു. വംശി, ആർ യു ഇൻ ലവ് മാൻ? എന്തോ ചോദിക്കാതിരിക്കാൻ പാർത്ഥൻ ആ നിമിഷം കഴിഞ്ഞില്ല. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് എനിക്ക് വളരെ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നന്ദി.